ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി മുഹമ്മദ് റിയാസ് അവர்கள், മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, മന്ത്രിക്ക് ഈ പരിപാടിക്ക് ശേഷം മറ്റൊരു ചടങ്ങിനോടുകൂടി പോകാനുള്ളതുകൊണ്ട് ഔപചാരികമായി ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് അതിദാരിദ്ര്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനവും ലൈഫ് സംഗമവും ലൈഫ് വീടുകളുടെ താക്കോൽദാന ചടങ്ങും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ഏറെ സ്നേഹത്തോടുകൂടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഇവിടെ ബഹുമാന്യനായ MLA അഡ്വക്കേറ്റ് PT റഹീം ഉൾപ്പെടെ വളരെ വിശദമായി മറ്റു കാര്യങ്ങൾ ഞാൻ പോയതിനു ശേഷം സംസാരിക്കുന്നു. ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് നമ്മുടെ രാജ്യത്തിൽ നിന്ന് മാതൃകയാക്കാവുന്ന രീതിയിൽ ഒട്ടേറെ നേട്ടങ്ങൾ കാലമാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം കൈവരിച്ചിരിക്കുക കേരളത്തിലെ LDF സർക്കാർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച് ഇന്ത്യയിൽ ഏതൊരു സംസ്ഥാനത്തിനും മാതൃകയാക്കാവുന്നതാണ്. പട്ടിണി കിടക്കുന്ന മനുഷ്യർ നമ്മുടെ സംസ്ഥാനത്തുണ്ടാകുന്നു. നമ്മുടെ സംസ്ഥാനത്ത് ജനങ്ങളെല്ലാവരും നല്ല നിലവാരത്തിൽ ജീവിക്കുന്നവരാണ്. അതിനുള്ള സാഹചര്യം സർക്കാർ ഒരുക്കണം. അതിന് LDF സർക്കാർ വൈവിധ്യമാർന്ന പദ്ധതികൾ നടപ്പിലാക്കി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ 2021 വീണ്ടും ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നത് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് അതിദരിദ്രരില്ലാത്ത കേരളം എന്ന പദ്ധതി. ഇത് ലോകമാകെ ചർച്ച ചെയ്യും. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിനും സ്വപ്നം കാണാൻ വേണ്ടി സാധിക്കാത്ത ഈ പദ്ധതി യാഥാർത്ഥ്യമാകുമോ? അങ്ങനെ ഒരു സംസ്ഥാനത്തിന് ഇത് സാധിക്കുമോ? ലോകത്ത് തന്നെ ശാസ്ത്രീയമായ ദാരിദ്ര്യ നിർമ്മാർജ്ജന